തണുത്തിട്ട് നിൽക്കാൻ വയ്യാട്ടോ, വറക്കണം. അടുപ്പിൻ്റെ ചോട്ടിലാണ് അതൊക്കെ കോടും. എന്താ പറയുക, രോമാഞ്ചിഫിക്കേഷൻ. അതെ, അടിപൊളി ഒരു ദോശയാണ്. അതിന് പറ്റിയൊരു കറിയാണ് ഗ്രീൻ പീസ് കറി. സൂപ്പർ ടേസ്റ്റിൽ ഒരു ഗ്രീൻ പീസ് കറിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടേ എന്നും പറയുമ്പോൾ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അടുപ്പിൻ്റെ ചോട്ടിൽ പോകാൻ വരുന്നുണ്ട്, അതാണ്. ഇഷ്ടപ്പെട്ട പെൻസിൽ ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഗ്രീൻ പീസ് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ. നമുക്കൊരു തണുപ്പാണ് ദൈവമേ. അത് ശരി, ആദ്യം നീളഞ്ഞേരുന്നിട്ട് ഇപ്പം എന്താ പൊടി പൊടി അരിയുന്നേ? പൊടി അരിഞ്ഞാലും വേഗം വേണ്ട. ഇതൊരു പുകയാണ്. നീ ഫോണിന് എത്ര പുകയ്ക്ക് ഇഷ്ടമോ, എവിടെ പോയാലും ഫോണിൻ്റെ പിന്നാലെ വരുമല്ലോ. കാറ്റാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ സൈഡിലിരിക്കുന്നു. അടുത്ത് നടന്നുണ്ടാവൂലേ വിചാരിക്കുന്നു. ഏയ് നല്ല ചൂട്. ഇവിടെ പാടത്തിന്റെ അരികായതുകൊണ്ടേ ഭയങ്കര ഉറങ്ങിയില്ല. ഇതൊക്കെ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അതെ അതെ, നമുക്ക് ഗ്രീൻ പീസ് കറി വെക്കാം. ഒരു 250 ഗ്രാം ഗ്രീൻ പീസ് ഉണ്ട് കേട്ടോ. നല്ല കുതിരാനിട്ടതാണ്. 8 മണിക്കൂർ കുതിർക്കും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു കപ്പ് വെള്ളം ഒഴിച്ചു. ഒരു 6 വിസിൽ വരട്ടെ. അപ്പോഴേക്ക് കുറച്ച് തേങ്ങ അരച്ചിട്ട്, കുറച്ച് തേങ്ങ ഒന്ന് പൂണ്ടെടുക്കുക. ഒന്ന് ചിരകണില്ല, കുറച്ച് മതി തേങ്ങ. വലിയ മുറിയാണ്, വലിയ മുറിയാണ് പറയാ. ഏത് ഏറ്റില്ല ഏറ്റില്ല പറയും മതി. ഇത്രയും തേങ്ങ മതി കേട്ടാ, കുറച്ച് തേങ്ങ മതി. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം. ഇത് രണ്ടും കൂടി നന്നായി അരച്ചിട്ട് വരാം. ഇവിടെ ഗ്രീൻ പീസ് വെന്താ നോക്കട്ടെ. ഓ കറക്റ്റ് വന്നിട്ടില്ല കേട്ടോ. എന്താ ഇവിടെ ഇരിക്കട്ടെ. പാൻ ചൂടാവട്ടെ. ആവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് വലിയൊരു സവാള, പൊടി 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 പൊടിയായ അരിഞ്ഞത്. സവാള നന്നായി വഴണ്ട് വരണം. വഴണ്ട് വരട്ടെ. ഉള്ളി വഴണ്ട് വന്നു. ഇതിലേക്ക് എരിവിന് 4 പച്ചമുളക് ഇട്ടാ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്. ഒരു വലിയൊരു തക്കാളി, ഒരു 2 കറിവേപ്പില. എന്താ തണുപ്പ്. തക്കാളി നന്നായി വഴണ്ട് വരട്ടെ. തക്കാളിയൊക്കെ വഴണ്ട് വന്നു. ഇനി പൊടികൾ ഇട്ട് കൊടുക്കട്ടോ. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂണ് മല്ലിപ്പൊടി, പൊടികളുടെ പച്ചമണമൊക്കെ പോട്ടെ.
പൊടികളുടെ പച്ചമണമൊക്കെ പോയി. ഇനി നമ്മുടെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങയും പെരിഞ്ചീരവും കൂടി അരച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കുക. മിക്സി ഒന്ന് കറക്കി ഒഴിക്കുക. ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ, ഉപ്പ് പോരാ. നമ്മുടെ കറി തിളച്ചു. അതിലേക്ക് ഒരു നുള്ളു ഗരം മസാല കേട്ടോ, ഒരു നുള്ളു മതി. മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാൻ കറിവേപ്പിലയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ഉണ്ടാ മണം. നല്ല ഗ്രീൻ പീസ് കറിയിട്ടാ. ഇനി ദോശ ഉണ്ടാക്കുക. റാഗി ദോശയാണ് ഉണ്ടാക്കുന്നത്. റാഗി ദോശയാണ് കേട്ടോ. എന്നാ ഇന്നലെ അരച്ച് വെച്ചാണ്. നൈസ് ദോശ. പേപ്പർ ദോശ അല്ല, പേപ്പർ പോലെ. പേപ്പർ റോസ്റ്റ്. ശകല നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടാ. നെയ്യ് ഉള്ളത് കൊണ്ട് ഒഴിക്കണ്ടാ, അല്ലെങ്കിൽ ഒഴിക്കില്ല. അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടി പുകമയം. നല്ല പുക അപ്പുറത്ത്. മറിച്ചിട്ട് കൊടുക്കാം. നല്ല നെയ്യ് ഒഴിച്ചപ്പോൾ നല്ല മണം. കുറച്ച് പ്രാവശ്യം ഞങ്ങളൊന്ന് മറിച്ചിട്ട് കൊടുക്കും. മുരിഞ്ഞ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതെ അടിപൊളിയാക്കി കഴിക്കണം. നെയ്യ് ഒഴിച്ചപ്പോഴേ എന്താ സന്തോഷം ഉണ്ടെങ്കിൽ. നല്ല സൂപ്പർ ദോശ. അടുത്തത് എന്നിട്ട് നല്ല റാഗി ദോശ മൊരിഞ്ഞത് തണുത്തിട്ട്. ഈ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കട്ടെ, നല്ല ടേസ്റ്റാണ്. നല്ല മണം. എനിക്കും കൂടി ദോശ ഉണ്ടാക്കട്ടെ കേട്ടോ. ഓരോരുത്തർ കഴിച്ചു തുടങ്ങി. ഓരോരുത്തർ കഴിച്ചു തുടങ്ങി. ഓരോ ആളായിട്ട്. ആ, ഇനി ഏട്ടൻ കഴിക്കും, എന്നിട്ട് ഞാൻ കഴിക്കും. അങ്ങനൊന്നുമില്ല കേട്ടോ, ഒപ്പോ കഴിക്കുക. വേഗട്ടെ, അത് വേഗട്ടെ. എങ്ങനെയുണ്ടേട്ടാ? സൂപ്പർ കേട്ടോ. റാഗി ദോശയും ഗ്രീൻ പീസ് കറിയും സൂപ്പറായിട്ടുണ്ട്. ഇങ്ങനെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. എത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റ. ബൈ.